8 വർഷം അല്ലെങ്കിൽ 1.25 ലക്ഷം കിലോമീറ്റർ വാറണ്ടി. ഞാനീ സംസാരിക്കുന്നത് ഇലക്ട്രിക് കാറുകളെ പറ്റിയോ ഓട്ടോയെ പറ്റിയോ ഒന്നുമല്ല, ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയിട്ടാണ്. സോ ഓല പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരുടെ ടോപ്പ് അപ്പ് വാറണ്ടിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. സോ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി, ഏകദേശം ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട്. കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു പോസിറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വാഹനങ്ങൾ തീപിടിക്കുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നമ്മൾ പൊതുവേ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാറണ്ടി എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ വാറണ്ടി തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 വർഷം 30,000 കിലോമീറ്റർ, അല്ലെങ്കിൽ ഒരു 50,000 60,000. ചേതക്ക് പോലെയുള്ള ബ്രാൻഡ് എക്സ്റ്റൻഡ് വാറണ്ടി അടക്കം 5 വർഷം അല്ലെങ്കിൽ 70,000 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ഇതിന് മേലേക്കൊരു വാറണ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അൾട്രാ വയലറ്റിൻ്റെ വാഹനത്തിലാണ് വരുന്നത്. അൾട്രാ വയലറ്റ് F77 6 ലക്ഷം രൂപയോളം വരുന്ന ഈ ഒരു വാഹനത്തിന് 8 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ വാറണ്ടി വരുന്നുണ്ട്. ഇതിന് മേലേക്ക് ഒരു കമ്പനിയും വാറണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഇതുവരെ. സോ ഓല അവരുടെ ടോപ്പ് അപ്പ് വാറണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. 8 വർഷം അല്ലെങ്കിൽ 1.25 ലക്ഷം കിലോമീറ്റർ. ഞാൻ വെറുതെ പറയുന്നതല്ല, വിത്ത് പ്രൂഫാണ്. ഓലയുടെ സൈഡിൽ വന്ന സംഭവമാണ്. 8 വർഷം അല്ലെങ്കിൽ 1.25 ലക്ഷം കിലോമീറ്റർ. അതായത് ഓല 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ വാറണ്ടി ഡീഫോൾട്ട് ആക്കിയൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ഫെബ്രുവരിയിലാണ് അവർ ഈ ഒരു ഓഫർ കൊണ്ടുവന്നത്. ഇനി മുതൽ വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റിൽ വന്നതിന് ശേഷം വാഹനം എടുത്ത എല്ലാവർക്കും ഡീഫോൾട്ടായിട്ട് 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ ബാറ്ററി വാറണ്ടി ഓല ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് കരുതിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തത്. 8 ഇയർ വാറണ്ടി ഫ്രം ഓല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ അവരുടെ FAQs, അതായത് ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അതായത് 2 കാര്യങ്ങൾ പോലെ പറഞ്ഞിട്ടുണ്ട്. 8 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്ററും 8 വർഷം അല്ലെങ്കിൽ 1.25 ലക്ഷം കിലോമീറ്ററുള്ള ടോപ്പ് അപ്പ് വാറണ്ടീനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഈ അടുത്ത് തന്നെ പല സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് വെച്ച് ഓല എടുക്കട്ടെ, 8 വർഷം 80,000 കിലോമീറ്റർ വാറണ്ടി അവർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ 8 വർഷം 1.25 ലക്ഷത്തിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നല്ല തള്ളിക്കയറ്റമായിരിക്കും. ഓല ഓൾറെഡി നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിലെ സെയിൽസ് ലീഡ് ചെയ്യുന്ന കമ്പനിയാണ്. ലക്ഷക്കണക്കിന് വണ്ടികൾ ഓല വർഷത്തിൽ ഇറക്കുന്നതാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സർവീസൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ട്, ബിൽഡ് ക്വാളിറ്റി ആയിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ സെയിൽസ് നല്ലപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സെയിൽസിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഓല ഈ ഒരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്കും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർക്കും ഈ ഒരു വാറണ്ടി പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതായത് ഞാൻ പറഞ്ഞ പോലെ 8 വർഷം 80,000 കിലോമീറ്ററിൻ്റെ വാറണ്ടി ഇപ്പം ഇറങ്ങുന്ന വണ്ടികൾക്ക് ഡീഫോൾട്ടായിട്ട് വരുന്നുണ്ട്. അതല്ല, ഈ ഒരു ടോപ്പ് അപ്പ് വാറണ്ടി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് ഫെബ്രുവരി 3, 2023 ശേഷം വണ്ടി എടുത്തവർക്കാണ്. അതായത് എൻ്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ 8 വർഷം 1 ലക്ഷം കിലോമീറ്ററിൻ്റെ പാക്കേജ് ഏത് വണ്ടിക്ക് വേണമെങ്കിലും എടുക്കാം. അതായത് S1X, X1X പ്ലസ്, പ്രോ ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ഏതിന് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് 2023 ഫെബ്രുവരി 3 ശേഷം വണ്ടി എടുത്തവർക്ക് മാത്രമാണ് ഇത് കിട്ടുള്ളൂ. 8 വർഷം 1.25 ലക്ഷത്തിൻ്റെയിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് വരുന്നത്. ഫെബ്രുവരി 3 ശേഷം വണ്ടി എടുത്ത ആർക്ക് വേണമെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാം ടോപ്പ് അപ്പ് വാറണ്ടി ആയിട്ട്. പക്ഷേ ഓല S1X 2 kWh വണ്ടി ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് കിട്ടില്ല. ബാക്കി എല്ലാവർക്കും ഈ ഒരു വാറണ്ടി കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കി, 8 വർഷം 1.25 ലക്ഷം കിലോമീറ്റർ. നമ്മൾ ഇപ്പോൾ ഏതൊരു യൂസ് ചെയ്യുന്നവരാണെങ്കിലും, ഓല യൂസ് ചെയ്യുന്നവരാണെങ്കിലും, ചേതക്ക് യൂസ് ചെയ്യുന്ന ഏത് വാഹനം യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ളൊരു വാറണ്ടിയാണ് ഓല കൊണ്ടുവന്നിരിക്കുന്നത്. ഓൺ പേപ്പർ വളരെ നല്ലൊരു കാര്യം. നമ്മളൊരു സാധനം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അത് പറയുന്ന പോലെ അതിന് കംപ്ലൈൻറ്റ് വരാം. ബട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയൊക്കെ ഇത്രയും കിലോമീറ്റർ കവേർഡ് ആണ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല ഒരു കാര്യം തന്നെയാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഓല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സർവീസിൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല. എന്തായാലും ഓല സെയിൽസ് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ദീപാവലി ഓഫർ എന്ന് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ റഫറൽ ബോണസ് കാര്യങ്ങൾ പോലെ കൊടുക്കുന്നുണ്ട്. വണ്ടിയുടെ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. വില കുറച്ച വണ്ടികൾ ഇറക്കിയിട്ട് അത് വിൽക്കുന്നുണ്ട്. പുതിയ പുതിയ ഫീച്ചറുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു പോരായ്മ എന്ന് പറയുന്നത് സർവീസിൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ കുറച്ച് നാളുമ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആളുടെ ഓല 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ 2 വർഷത്തിനിടയ്ക്ക്. ബാറ്ററി കംപ്ലൈൻ്റ് ആയി. അന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്ന ടൈമിൽ പുള്ളിയുടെ വണ്ടി കൊണ്ടുപോയിട്ട് 26 ദിവസമായിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഒക്കെ ചെയ്തിട്ട് 2 ആഴ്ചക്ക് മേലെ ആയിട്ടുണ്ട്. എന്തായാലും ഒരു 10-40 ദിവസത്തോളം ആയിട്ടുണ്ട്. വാറണ്ടി ഉള്ളൊരു വാഹനമാണ്. ഡീഫോൾട്ടായിട്ട് 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ ഓലയുടെ ബാറ്ററിക്ക് വരുന്നുണ്ട്. ഓല S1 Pro ജനറേഷൻ 1. ഇത്രയും ദിവസമായിട്ടും പുള്ളിയുടെ വണ്ടിയിൽ ഒന്നും ആയിട്ടില്ല. ബാറ്ററിനെ കുറിച്ച് ഒന്നിനെ പറ്റിയിട്ടും ഒരു അപ്ഡേറ്റോ കാര്യങ്ങളില്ല. അപ്പോൾ ഇതാണ് ഒരു പ്രശ്നമുള്ളത്.
ഓല ഒരു സൈഡിൽ സെയിൽസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, വില കുറച്ച് വണ്ടിയും പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ വാറൻറ്റിയൊക്കെ പുതിയതായിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇനിയും ഓല വാങ്ങിക്കാനായിട്ട് ഒരുപാട് പേര് തള്ളിക്കയറും. ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ഫുൾ കാണുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൻ്റെ തമ്പനയിൽ കണ്ടിട്ട് വരെ ചിലപ്പോൾ ആളുകൾ ഓടിക്കയറി പോയി ഓല വാങ്ങിക്കുമായിരിക്കും, അതെനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓലയുടെ സർവീസിനെ പറ്റിയിട്ടാണ്. ലക്ഷക്കണക്കിന് വണ്ടികൾ ഇറങ്ങുമ്പോൾ അതിനനുസരിച്ച് സർവീസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നും പലയിടത്തും ഇല്ല. ഈ അടുത്തും കൂടെ മൂവാറ്റുപുഴയിൽ എന്തോ പ്രതിഷേധമൊക്കെ നടക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പലർക്കും കംപ്ലയിൻറ്റ് വരുന്നുണ്ട്, പലർക്കും കംപ്ലയിൻ്റ് ഒന്നും വരുന്നില്ല. ഇത്രയും നാളായിട്ടും കംപ്ലയിൻ്റ് ഇല്ലാതെ കൊണ്ടെടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ കുറേ പേർക്ക് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ചില വണ്ടികൾ ചിലയിടത്ത് കേരളത്തിലൊക്കെ തീയൊക്കെ 1-2 അടുത്തൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ അത്ര മികച്ച ബിൽഡ് ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷേ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വാഹനമാണ്. കാരണം നല്ല റേഞ്ചും പവറും കാര്യങ്ങളും എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ഈ വാഹനം വാങ്ങിക്കൂട്ടുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ പ്രോപ്പറായിട്ട് ആഫ്റ്റർ സെയിൽ സർവീസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഈ വാറൻറ്റി കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഓൺ പേപ്പർ ഓലയുടെ വാഹനത്തിന് 1 വർഷം അല്ല 8 വർഷം അല്ലെങ്കിൽ 1.25 ലക്ഷം കിലോമീറ്റർ വാറൻറ്റി ഉണ്ട്. ബട്ട് വണ്ടി നമ്മൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ന് സർവീസ് ചെയ്ത് കിട്ടുമെന്നോ എന്ന് ബാറ്ററി മാറി കിട്ടുമെന്നോ ഒരു ഉറപ്പും കാര്യങ്ങളും ഇല്ല. എങ്കിൽ ഈ വാറൻറ്റി കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതിനെ പറ്റിയിട്ട് ഞാനല്ല പറയേണ്ടത്, അതിനെ പറ്റിയിട്ട് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓൺ പേപ്പർ വളരെ പോസിറ്റീവ് ന്യൂസാണ് ഓല ഓണേഴ്സിനുള്ളത്. എസ്പെഷ്യലി 2023 ഫെബ്രുവരി 3 ശേഷം വണ്ടി എടുത്തവർക്ക്. ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഇവരുടെ വെബ്സൈറ്റിലെ FAQs കണ്ടൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിൽ പോയി നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഇതിനെപ്പറ്റി കൂടുതൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്താൽ നല്ലതായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.